നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പുരോഗമിക്കുന്ന ദേശീയപാത 66 നിർമ്മാണം ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകി. ആലപ്പുഴ ജില്ലയിൽ ചൊവ്വാഴ്ച 21 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 142 ഉയർന്നു. കേരള തീരത്തെ കപ്പൽശാലിന്റെ അകലം നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ 50 നോട്ടിക്കൽ മൈലായി കൂട്ടണമെന്ന് സംസ്ഥാനം വീണ്ടും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ തീരശോഷണം ശക്തമെന്ന റിപ്പോർട്ട്. ചേർത്തല, ഒറ്റമശ്ശേരി ഉൾപ്പെടെ 10ഇടങ്ങളിൽ അപകടകരമായ തീരശോഷണം സംഭവിക്കുന്നുവെന്നാണ് പഠന റിപ്പോർട്ട്. അടിയന്തര നടപടി വേണമെന്ന നിർദ്ദേശം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66 നിർമ്മാണം ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകി. സംസ്ഥാനത്ത് പുരോഗമിക്കുന്ന ദേശീയപാത 66 നിർമ്മാണം ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകി. ദില്ലിയിലെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ നടന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലെ ചർച്ചയിലാണ് ഉറപ്പ്. കുര്യാട് ദേശീയപാത നിർമ്മാണം തകർന്ന സംഭവത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടിയെടുക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ദേശീയപാത നിർമ്മാണത്തിന്റെ സ്ഥലമേറ്റെടുപ്പിന് സംസ്ഥാന സർക്കാർ നൽകിയ തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ ഇടപെടണമെന്ന് കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ദേശീയപാത ഉദ്യോഗസ്ഥർ കേരളത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. മുഖ്യമന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കും പുറമെ സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, സംസ്ഥാനത്തിന്റെ ദില്ലിയിലെ സ്പെഷ്യൽ ഓഫീസർ പ്രൊഫസർ KV തോമസ് എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ഡെസ്ക്. ടൈം ന്യൂസ്. ആലപ്പുഴ ജില്ലയിൽ 21 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ കോവിഡ് കേസുകളുടെ എണ്ണം 142 ഉയർന്നു. ആലപ്പുഴ ജില്ലയിൽ ചൊവ്വാഴ്ച 21 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 142 ഉയർന്നു. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇതുവരെ സ്ഥിരീകരിച്ചതിൽ പുതിയ വകഭേദം കണ്ടെത്താനായിട്ടില്ലെന്ന് ജില്ലാ ആരോഗ്യ വകുപ്പ് അധികൃതർ പറയുന്നു. വ്യാപനശേഷിയുള്ളതാണ്, എന്നാൽ ഗുരുതരമായ അവസ്ഥയിലേക്കോ മരണത്തിലേക്കോ എത്താനുള്ള സാധ്യത വളരെ കുറവാണെന്നും അവർ വ്യക്തമാക്കി. ടൈം ന്യൂസ് ആലപ്പുഴ. കേരള തീരത്തെ കപ്പൽശാലിന്റെ അകലം നേരത്തെ നിശ്ചയിച്ചതുപോലെ 50 നോട്ടിക്കൽ മൈലായി ഉയർത്തണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. കേരള തീരത്തെ കപ്പൽശാലിന്റെ അകലം നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ 50 നോട്ടിക്കൽ മൈൽ ആയി കൂട്ടണമെന്ന് സംസ്ഥാനം വീണ്ടും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. മത്സ്യബന്ധന ബോട്ടുകൾ യഥേഷ്ടമുള്ള മേഖലയിലെ കപ്പൽ സഞ്ചാരം ഒഴിവാക്കാനാണ് 2020 സംസ്ഥാനം ഈ ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ തീരത്ത് നിന്ന് 50 കിലോമീറ്റർ അകലെയാണ് കേന്ദ്രം കപ്പൽശാൽ നിശ്ചയിച്ചത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കെ കപ്പൽശാൽ ദൂരേക്ക് മാറ്റാൻ കേന്ദ്രം ഇനി തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. MSC എൽസ 3 ചരക്ക് കപ്പൽ കണ്ടെയ്നറുകൾ സഹിതം മുങ്ങിയത് കേരള തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ്. സംസ്ഥാനത്തിന്റെ അഭ്യർത്ഥന കേന്ദ്രം അംഗീകരിച്ചിരുന്നെങ്കിൽ മത്സ്യസമ്പത്തിനോ മത്സ്യത്തൊഴിലാളികൾക്കോ ഇപ്പോഴുള്ളത്ര ഭീഷണി ഉണ്ടാകുമായിരുന്നില്ല. മുങ്ങിപ്പോയ കപ്പൽ എത്രയും വേഗം ഉയർത്താനും കപ്പൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാനുമാണ് സംസ്ഥാനം ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ അധികാരപരിധിയായ 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്താണ് കപ്പൽ മുങ്ങിയത്. അതിനാൽ കേസെടുക്കാൻ കഴിയില്ലെന്നും കേന്ദ്രമാണ് ഇതേക്കുറിച്ച് തീരുമാനിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ പരിധി ലംഘിച്ച തീരത്തൂടി കപ്പലോടിച്ച ക്യാപ്റ്റനെ തടഞ്ഞുവെക്കാതെ മൃദുസമീപനം സ്വീകരിച്ചത് നഷ്ടപരിഹാരം കിട്ടുന്നതിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഐക്യവേദി പ്രസിഡന്റ് ചാൾസ് ജോർജ് പറഞ്ഞു. കപ്പലുകളിൽ നിന്നുള്ള മലിനീകരണം തടയാനുള്ള മാർപോൾ കൺവെൻഷനിൽ ഇന്ത്യയും പങ്കാളിയാണ്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനാണ് ഇത് നടപ്പാക്കുന്നത്. എണ്ണ, അപകടകരമായ മറ്റു ദ്രാവകങ്ങൾ പാക്ക് ചെയ്ത് അപകടകരമായ വസ്തുക്കൾ, കപ്പലിൽ നിന്നുള്ള മലിനജലം, മറ്റു മാലിന്യങ്ങൾ, ശബ്ദമലിനീകരണം തുടങ്ങിയവയാണ് പ്രോട്ടോക്കോളിൽ വരുന്നത്. പ്രോട്ടോക്കോൾ ലംഘിച്ചാൽ നഷ്ടപരിഹാരം നൽകണം. കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ബങ്കർ ഓയിൽ ചോർച്ചയ്ക്കുള്ള നഷ്ടപരിഹാരം 2001 ഒപ്പുവെച്ച ബങ്കർ കൺവെൻഷനും നിർദ്ദേശിക്കുന്നുണ്ട്. ടൈം ന്യൂസ് ആലപ്പുഴ. സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ തീരശോഷണം ശക്തമെന്ന റിപ്പോർട്ട്. ചേർത്തല, ഒറ്റമശ്ശേരി ഉൾപ്പെടെ 10ഇടങ്ങളിലാണ് തീരശോഷണം സംഭവിച്ചിട്ടുള്ളതെന്നാണ് പഠന റിപ്പോർട്ട്. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം. കേരള തീരത്ത് 10ഇടങ്ങളിൽ അപകടകരമായ തീരശോഷണം നടക്കുന്നതായി റിപ്പോർട്ട്. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലംകോട്, ശംഖുമുഖം, കൊല്ലത്തെ ആലപ്പാട്, ആലപ്പുഴ, ഒറ്റമശ്ശേരി, എറണാകുളം ചെല്ലാനം, തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂർ, മലപ്പുറം പൊന്നാനി, കോഴിക്കോട്ടെ കാപ്പാട്, കണ്ണൂരിലെ തലശ്ശേരി, കാസർകോട്ടെ വലിയപറമ്പ് എന്നിവിടങ്ങളിലാണ് തീരശോഷണം ഉണ്ടാകുന്നത്. തീരശോഷണം തടയാൻ അടിയന്തര നടപടി വേണമെന്ന് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയ ചെന്നൈയിലെ നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് സർക്കാരിനെ അറിയിച്ചു. ജലസേചന വകുപ്പ് ഈ ഹോട്ട്സ്പോട്ടുകൾ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും വിശദ പഠനം നടത്തുന്നതിന് കോസ്റ്റൽ റിസർച്ചിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഇതനുസരിച്ച് കേരളത്തിലെ എല്ലാ കടൽ തീരങ്ങളെയും ഉൾപ്പെടുത്തി തീരദേശ പരിപാലന പദ്ധതിയുടെ കരട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. പദ്ധതി നടപ്പാക്കാനുള്ള ആലോചനയിലാണ് സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധിയുള്ളതിനാൽ ലോകബാങ്ക്, ADB എന്നിവയുടെ സഹായത്തിനായി ശ്രമം തുടങ്ങി. കേന്ദ്ര സ്ഥാപനത്തിന്റെ പഠന റിപ്പോർട്ട് എത്തും മുൻപേ ചെല്ലാനത്തും ഒറ്റമശ്ശേരിയിലും കിഫ്ബി വഴി തീരസംരക്ഷണ പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത് നേട്ടമാകുമെന്ന് കരുതുന്നു.
ചെല്ലാനത്ത 344.20 കോടി രൂപയുടെ പദ്ധതി ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നടപ്പാക്കുന്നത്. ഒറ്റമശ്ശേരിയിൽ നിർമ്മാണ പ്രവർത്തനം പ്രാരംഭഘട്ടത്തിലാണ്. ഇവിടെ 960 മീറ്റർ നീളത്തിൽ 7 പുലിമുട്ടുകൾ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. ഈ വർഷം തന്നെ കൊല്ലങ്കോട് സംരക്ഷണ പദ്ധതി നടപ്പാക്കുന്നതിനും തിരക്കിട്ട നീക്കം നടക്കുകയാണ്. ഇവിടെ കടൽക്ഷോഭം രൂക്ഷമായതും പ്രദേശവാസികളുടെ പ്രതിഷേധവുമാണ് കാരണം. കൊല്ലങ്കോട് ഉൾപ്പെടെ 8 സ്ഥലങ്ങളിലും തീരസംരക്ഷണ നിർമ്മാണങ്ങൾക്ക് മന്ത്രിസഭ തീരുമാനമെടുക്കേണ്ടതുണ്ടെന്ന് ചെല്ലാനം, ഒറ്റമശ്ശേരി എന്നിവിടങ്ങളിലെ നിർമ്മാണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് തിലകൻ പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. മലയാളക്കരയെ വെള്ളത്തിലാക്കിയ മഹാപ്രളയത്തിന് 101 വയസ്സ്. 1924 മഹാപ്രളയം അക്ഷരാർത്ഥത്തിൽ നാടിനെ തകർത്തെറിഞ്ഞു. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും ദുരന്ത ഓർമ്മകൾ വേട്ടയാടുകയാണ്. മലയാളക്കരയെ വെള്ളത്തിൽ മുക്കിയ മഹാപ്രളയത്തിന് 101 വയസ്സ് തികയുന്നു. 1924 മഹാപ്രളയം നാടിനെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞു. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും നടുക്കുന്ന ഓർമ്മകൾ ഇന്നും നമ്മെ വേട്ടയാടുന്നു. 99 വെള്ളപ്പൊക്കം. 1924 ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായി ഉണ്ടായ ഭീകരമായ വെള്ളപ്പൊക്കമാണ് 99 വെള്ളപ്പൊക്കം എന്ന് അറിയപ്പെടുന്നത്. കൊല്ലവർഷം 1099 ഇതുണ്ടായത്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു ഇത്. 1099 കർക്കിടക മാസം 1 തുടങ്ങി 3 ആഴ്ചയോളം നീണ്ടുനിന്ന പേമാരിയിലും പ്രളയത്തിലും കേരളത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ മുഴുവൻ മുങ്ങിപ്പോയി. മധ്യ തിരുവിതാംകൂറിനെയും തെക്കൻ മലബാറിനെയും പ്രളയം ബാധിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടി ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വരെ വെള്ളപ്പൊക്കമുണ്ടായി. ഈ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവർ എത്രയെന്ന് ഇന്നും കണക്കാക്കിയിട്ടില്ല. അങ്ങനെ ഒരു കണക്കെടുക്കാനുള്ള സംവിധാനം അക്കാലത്ത് ഉണ്ടായിരുന്നുമില്ല. അന്നത്തെ പത്രവാർത്തകളും മറ്റ് രേഖകളും പ്രളയത്തിൻ്റെ ഒരു ഏകദേശ ചിത്രം നമുക്ക് തരുന്നു. നാടൊട്ടുക്കും ഗതാഗതം മുടങ്ങി, പാലത്തിൽ വെള്ളം കയറി, തീവണ്ടികൾ ഓട്ടം നിർത്തി, തപാൽ സംവിധാനങ്ങൾ നിലച്ചു. അല്പമെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു. വെള്ളത്തോടൊപ്പം പട്ടിണിയും ജനങ്ങളെ വലച്ചു. 99 വെള്ളപ്പൊക്കത്തോളം വരില്ലെങ്കിലും 1939, 1961, 2018 എന്നീ വർഷങ്ങളിലും കനത്ത വെള്ളപ്പൊക്കങ്ങൾ കേരളത്തിലുണ്ടായി. 2018 ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷകാലത്ത് ഉയർന്ന അളവിൽ മഴ പെയ്തതിൻ്റെ ഫലമായാണ് 2018 വെള്ളപ്പൊക്ക ദുരന്തം ഉണ്ടായത്. അതിശക്തമായ മഴയെ തുടർന്ന് കേരളത്തിലെ മിക്ക ജില്ലകളിലും വെള്ളപ്പൊക്കവും മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലുമുണ്ടായി. അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ അവയുടെ ഷട്ടറുകൾ തുറന്നുവിട്ടത് വെള്ളപ്പൊക്കത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചു. ചരിത്രത്തിലാദ്യമായാണ് കേരളത്തിലെ 54 അണക്കെട്ടുകളിൽ 35 എണ്ണവും തുറന്നിടേണ്ടി വന്നത്. 26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചെറുതോണി അണക്കെട്ടിൻ്റെ 5 ഷട്ടറുകൾ ഒരുമിച്ച് തുറന്നത്. അതിശക്തമായ മഴയിൽ കുട്ടനാടും വയനാടും പൂർണ്ണമായും ഒറ്റപ്പെട്ടുവെന്ന് പറയാം. നദികൾ കരകവിഞ്ഞൊഴുകി. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത ശൃംഖലകളെ പ്രതികൂലമായി ബാധിച്ചു. 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന 1924 പ്രളയത്തിന് ശേഷം കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രളയമെന്നാണ് 2018 വെള്ളപ്പൊക്കം വിശേഷിക്കപ്പെടുന്നത്. കനത്ത മഴയിലും പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ഏകദേശം 483 പേർ മരിച്ചതായും 14 പേരെ കാണാതായതായും നൂറുകണക്കിന് ആളുകൾ ആശുപത്രിയിലായതായും റിപ്പോർട്ടുണ്ട്. കാലവർഷം ശക്തമായ ഓഗസ്റ്റ് 21 3,91,494 ലക്ഷം കുടുംബങ്ങളിൽ നിന്നായി 14,50,707 ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചു. പക്ഷേ കേരളം അതിജീവിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് 1924 ഉണ്ടായത്. മഹാദുരന്തം ഒരു നൂറ്റാണ്ട് പിന്നിടുന്നു. 99 ദുരന്തത്തിൻ്റെ ഓർമ്മകളും 2018 പ്രളയത്തിൻ്റെ അനുഭവങ്ങളും മലയാളിയെ ഇന്നും പേടിപ്പെടുത്തുന്നു. വീണ്ടും ഒരു കാലവർഷപ്പെയ്ത്തിൻ്റെ നടുവിലാണ് കേരളം. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരളം കണ്ട ഏറ്റവും വലിയ മഹാപ്രളയത്തിൽ അല്പമെങ്കിലും ആശ്വാസമായത് അന്ധകാരനഴി പൊഴിയാണ്. തോരാതെ പെയ്ത മഴയിലെ പെയ്ത്ത് വെള്ളം മുഴുവൻ അന്ധകാരനഴി പൊഴി വഴിയാണ് കടലിലേക്ക് ഒഴുക്കിയത്. കേരളം കണ്ട ഏറ്റവും വലിയ മഹാപ്രളയത്തിൽ നാടിന് കുറച്ചെങ്കിലും ആശ്വാസമായത് അന്ധകാരനഴിയിലെ അഴിമുഖമാണ്. നിലയ്ക്കാതെ പെയ്ത മഴവെള്ളത്തിൻ്റെ നല്ലൊരു ഭാഗവും കടലിലേക്ക് ഒഴുകിയത് അന്ധകാരനഴി അഴിമുഖം വഴിയാണ്.
1924 പേമാരിയും മഹാപ്രളയവും സമാനതകളില്ലാത്ത ദുരിതമാണ് നാടിന് നൽകിയത്. നാട് ഇതേവരെ കണ്ടിട്ടില്ലാത്ത വെള്ളപ്പൊക്കത്തിൽ എത്ര ജീവൻ പൊലിഞ്ഞെന്നോ കഷ്ടനഷ്ടങ്ങളുടെ കണക്കോ ഇതേവരെ വ്യക്തമല്ല. 24 വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതം വരച്ചു കാട്ടുന്ന ചില സിനിമകളും പുസ്തകങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിലൂടെയാണ് പുതിയ തലമുറ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത്. 2018 പ്രളയ ദുരിതം നാം നേരിട്ടറിഞ്ഞവരാണ്. അതിൻ്റെ 10 മടങ്ങ് ദുരിതമാണ് ഒരു നൂറ്റാണ്ട് മുമ്പുണ്ടായ മഹാപ്രളയത്തിൽ ഉണ്ടായത്. മലനാട്ടിലും ഇടനാട്ടിലും തീരമേഖലയിലുമൊക്കെ നിറഞ്ഞു കവിഞ്ഞ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോയത് അന്ധകാരനഴി വഴിയാണ്. ചേർത്തല, ആലപ്പുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വെള്ളത്തിൻ്റെ നല്ലൊരു ശതമാനവും കടലിലേക്ക് ഒഴുകിയത് ഇതുവഴിയാണെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കടൽ പിന്നോക്കം പോയതും തിരമാലകൾക്ക് ശക്തി കുറഞ്ഞതും വെള്ളം ഒഴുകിപ്പോകാൻ സഹായകമായി. അങ്ങനെ മഹാപ്രളയകാലത്ത് അന്ധകാരനഴിയും നാടിന് രക്ഷാകവചം തീർത്ത പ്രദേശമായി അറിയപ്പെടുന്നു. ടൈം ന്യൂസ്, ചേർത്തല. പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ അങ്കനവാടി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. എച്ച് MLA ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് അങ്കനവാടി പ്രവേശനോത്സവം 9ാം വാർഡിലെ 3ാം നമ്പർ അങ്കനവാടിയിൽ വെച്ച് എച്ച് MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും സമ്മാനദാനവും നടത്തി. കൊച്ചുകുട്ടികളെ സ്കൂളിൽ പോകും മുമ്പ് കൊണ്ടയക്കുന്നൊരിടം എന്ന് മാത്രമാണ് പലപ്പോഴും ഇങ്ങനെ പരിമിതപ്പെട്ട് അങ്കനവാടിയിൽ കാണുന്നത്. എന്നാൽ നമ്മൾ ഏറ്റവും അധികം പരിഗണന കൊടുക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം വളരെ ചെറിയ കുഞ്ഞുങ്ങൾ അവരുടെ അമ്മമാരുടെ അടുത്ത് നിന്ന് ജീവിതത്തിൽ ആദ്യമായി വീടിന്റെ ഒരു ചുവരിന് പുറത്തേക്ക് കുറച്ചേറെ നേരം മാറി ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ അംഗനവാടികൾ എന്നതാണ് അതിന്റെ ഒരു വലിയ പ്രാധാന്യം. 1975 രാജ്യത്താകെ അംഗനവാടി സ്കീം ആരംഭിക്കുന്നത്. ആ സ്കീം ആരംഭിക്കുമ്പോൾ കുട്ടികളുടെ പോഷകാഹാരക്കുറവൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയായിട്ടാണ് ആദ്യഘട്ടത്തിൽ ഇതിങ്ങനെ വരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, ICDS സൂപ്പർവൈസർ ജീന വർഗീസ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം NK ബിജുമോൻ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം വിലയിരുത്താൻ ആലപ്പുഴ കളക്ടറേറ്റിൽ സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി യോഗം ചേർന്നു. വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം വിലയിരുത്താൻ സ്റ്റുഡൻറ് ട്രാവൽ ഫെസിലിറ്റി യോഗം ചേർന്നു. ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംജിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, സ്വകാര്യ ബസ് ഉടമകൾ, സംഘടനാ പ്രതിനിധികൾ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ട്രാഫിക് പോലീസ്, KSRTC പ്രതിനിധികൾ, വിദ്യാഭ്യാസ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിഫോമോ തിരിച്ചറിയൽ രേഖയോ പരിഗണിച്ചും മറ്റ് അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പേര്, വിലാസം, വിദ്യാർത്ഥിയുടെ വിലാസം, വയസ്സ്, വിദ്യാഭ്യാസ കാലയളവ്, ഫോട്ടോ എന്നിവ രേഖപ്പെടുത്തി തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചും യാത്രാക്കൂലി ഇളവ് നേടാവുന്നതാണ്. മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ വിദ്യാർത്ഥികൾക്ക് യാത്രാ ഇളവ് ലഭിക്കാൻ സ്ഥാപന മേധാവി വിദ്യാർത്ഥികളുടെ ബന്ധപ്പെട്ട വിവരങ്ങൾ പട്ടിക തയ്യാറാക്കിയ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന താലൂക്കിലെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുമായി ബന്ധപ്പെട്ട കൺസൾഷൻ കാർഡ് വാങ്ങി വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതാണ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഒരു വശത്തേക്ക് പരമാവധി 40 കിലോമീറ്റർ ദൂരത്തേക്ക് 27 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ദേശീയ അവധി ദിവസങ്ങൾ ഉൾപ്പെടെ യാത്രാ ഇളവ് നേടാവുന്നതാണ്. തിരക്കൊഴിവാക്കുന്നതിനായി വൈകുന്നേരത്തെ സ്കൂൾ പ്രവർത്തന സമയത്തിൽ ചെറിയ മാറ്റം വരുത്താൻ യോഗത്തിൽ തീരുമാനമുണ്ടായി. സ്കൂൾ പരിസരത്തെ റോഡിൽ തിക്കും തിരക്കും അപകട സാധ്യതയും ഒഴിവാക്കാൻ PTA മുൻകൈയെടുക്കണമെന്ന യോഗത്തിൽ നിർദ്ദേശമുണ്ടായി. 1 രൂപ മുതൽ പരമാവധി 6 രൂപ വരെയാണ് വിദ്യാർത്ഥികളുടെ യാത്രാക്കൂലി. ദൂരവും കൂലിയും ബസ്സുകളിൽ പ്രദർശിപ്പിക്കണമെന്നും യാത്രാ പാസ് സോഫ്റ്റ്വെയർ സംവിധാനം പരിഷ്കരിക്കണമെന്നും വിദ്യാർത്ഥി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സ്റ്റോപ്പുകളിൽ തന്നെ ബസ് നിർത്തണമെന്നും തീരുമാനമുണ്ടായി. വിദ്യാർത്ഥികളുടെ സുരക്ഷിതവും സൗഹാർദ്ദപരവുമായ യാത്ര ഉറപ്പുവരുത്താൻ എല്ലാവരും സഹകരിക്കണമെന്ന് ആലപ്പുഴ RTO AK ദിലു പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3211 നേതൃത്വത്തിൽ റോപ്പ് പ്രൊജക്ടിന്റെ ഭാഗമായി ജൂൺ 6-ാം തീയതി അരൂരിൽ നിന്ന് ലഹരിവിരുദ്ധ യാത്ര ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാസലഹരിക്കെതിരെ, സിന്തറ്റിക് ഡ്രഗ്സ്, അതിനെതിരെ അരൂര് തൊട്ട് തിരുവനന്തപുരം വരെ 5 ജില്ലകളിലായി 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് അവതരിപ്പിക്കുന്നത്. അതായത് അരൂരിൽ നിന്ന് തുടങ്ങി പള്ളിപ്പുറം, ചേർത്തല, ചങ്ങനാശ്ശേരി, ആലപ്പുഴ തുടങ്ങി അതിൻ്റെ അടുത്ത ദിവസം വെള്ളിയാഴ്ച പത്തനംതിട്ട ജില്ല കവർ ചെയ്ത് 8-ാം തീയതി ഞായറാഴ്ച വീണ്ടും ആലപ്പുഴ കവർ ചെയ്ത് 9-ാം തീയതി കൊല്ലം കഴിഞ്ഞ 10-ാം തീയതി തിരുവനന്തപുരത്ത് മിനിസ്റ്റേഴ്സൊക്കെ വെച്ച് നടക്കുന്ന ഒരു വലിയ ചടങ്ങിലാണ് ഇത് അവസാനിക്കുന്നത്. ഇപ്പോൾ ഈ യാത്രയിൽ ഉടനീളം ഞങ്ങൾ ഫ്ലാഷ് മോബിനുള്ള ആളുകൾ ഉണ്ടാകും, പിന്നെ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ഉണ്ട്, ഈ ലഹരിക്കെതിരെ ലഘുലേഖകളെല്ലാം ഉണ്ട്. അപ്പോൾ ഓരോ ജില്ലകളിലെയും അതാത് കേന്ദ്രങ്ങളിൽ അവിടുത്തെ 8, 10, 15 റോട്ടറി ക്ലബ്ബ് കൂടി ആ പ്രദേശത്തെ പത്രക്കാരെയും പ്രമുഖരെയും എക്സൈസിനെ എല്ലാം വിളിച്ച് നടത്തുന്നൊരു വലിയ പരിപാടിയാണ്.
പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നും ഈ പരിപാടിക്ക് പൂർണ്ണ പിന്തുണയ്ക്ക് വേണ്ടി എല്ലാ പോലീസ് സ്റ്റേഷനിലും റോപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം റോട്ടറി പോലീസ് എൻഗേജ്മെൻ്റ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഭാഗമായിട്ട് ഇത് PDG-മാരൊക്കെ തിരുവനന്തപുരത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. റോട്ടറി ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് 3211 റോപ്പ് പ്രൊജക്ടിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര 6-ന് അരൂരിൽ നിന്ന് തുടങ്ങും. അരുതേ എന്ന് പേരിട്ടിരിക്കുന്ന ഈ യാത്ര സൗഹൃദമാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് ചെയർമാൻ സുമേഷ് ചെറുവാരണം പറഞ്ഞു. ചേർത്തല റോട്ടറി ക്ലബ് അഡ്മിൻ അഡ്വക്കേറ്റ് CK രാജേന്ദ്രൻ, ട്രഷറർ ബിനു ജോൺ, CK സുരേഷ് ബാബു, അരുതേ ഡിസ്ട്രിക്ട് ട്രഷറർ ഡിലീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം എന്നീ ജില്ലകളിലൂടെ സഞ്ചരിക്കുന്ന യാത്ര തിരുവനന്തപുരത്ത് 10-ന് ശംഖുമുഖത്ത് ബീച്ചിൽ സമാപിക്കും. ഇതിനോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ, ഫ്ലാഷ് മോബുകൾ, കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുമെന്നും. വെള്ളിയാഴ്ച രാവിലെ 8-ന് അരൂരിൽ നിന്ന് തുടങ്ങുന്ന ബൈക്ക് റാലി 10-ന് പള്ളിപ്പുറം പട്ടാരി സമാജം ഹൈസ്കൂളിലെത്തും. തുടർന്ന് മന്ത്രി P പ്രസാദ് യാത്ര ഉദ്ഘാടനം ചെയ്യും. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ് അധ്യക്ഷനാവും. ദിലിമ ജോജോ MLA റാലി ഫ്ലാഗ് ഓഫ് ചെയ്യും. ടൈം ന്യൂസ്, ചേർത്തല. 19-ാം നൂറ്റാണ്ടിൽ പുറത്തിറങ്ങിയ ആദ്യ ജനകീയ വാഹനമാണ് സൈക്കിൾ. ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും ഇന്നും പലരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ് സൈക്കിൾ. സൈക്കിൾ ഒരു ജനകീയ വാഹനമാണ്. 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ആദ്യമായി സൈക്കിൾ നിർമ്മിച്ചത്. 1885-ൽ ചങ്ങലയിൽ പ്രവർത്തിക്കുന്ന സൈക്കിളാണ് ആദ്യം പുറത്തിറങ്ങിയത്. ബൈക്കുകളും കാറുകളുമൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് മനുഷ്യൻ പൊതുഗതാഗതത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് സൈക്കിളാണ്. ചിലവ് കുറഞ്ഞതും പരിസ്ഥിതിക്ക് ദോഷമില്ലാത്തതും നല്ല ശാരീരിക വ്യായാമമുള്ളതുമായ സൈക്കിൾ യാത്രയെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നവർ ഇന്നും നിരവധിയാണ്. അരനൂറ്റാണ്ടിലേറെയായി നാടകരംഗത്ത് സജീവമായി നിൽക്കുന്ന ചേർത്തല രാജൻ 1/4 നൂറ്റാണ്ടിലേറെയായി സൈക്കിളിലാണ് യാത്ര. ദിവസവും 12 കിലോമീറ്റർ ദൂരം സൈക്കിൾ ചവിട്ടും. സൈക്കിൾ യാത്ര ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണെന്ന് ചേർത്തല രാജൻ സാക്ഷ്യപ്പെടുത്തുന്നു. പലരും ചോദിക്കാറുണ്ട്, സൈക്കിൾ മാറ്റി നമുക്കൊരു അഭിമാനമില്ലേ? എന്തിന് അഭിമാനം? സൈക്കിൾ നടക്കുന്നുണ്ട്, അത്ര ആരോഗ്യം ഉണ്ടാകുന്നുണ്ട്, അസുഖങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ. നമ്മുടെ ആരോഗ്യത്തിന് എപ്പോഴും ഇത് വളരെ സഹായകരമാണ്. പുതിയ ചെറുപ്പക്കാരോട് പറയാനുള്ളത് എനിക്കിതാണ്, ഈ ബൈക്ക് നടന്ന് പെട്രോൾ അടിച്ച് കാശ് കളയുന്നതിനേക്കാൾ നല്ലത് കഴിയുമെങ്കിൽ ഒരു 10 കിലോമീറ്റർ ദൂരെ പോകുന്നതിനൊക്കെ സൈക്കിളിൽ പോവുക. അവർക്ക് ആരോഗ്യം ഉണ്ടാകും, സുഖമുണ്ടാകും, നാട്ടുകാരെയും പരിചയക്കാരെയൊക്കെ കണ്ട് നമുക്ക് വളരെ സന്തോഷത്തിൽ കൈ കാണിച്ച് പോകാൻ സാധിക്കും. പക്ഷേ നമ്മൾ ജാട കാണിക്കണമെങ്കിൽ സ്കൂട്ടറും ബൈക്കും കാറും ഒക്കെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ജാടയുടെ കാര്യമൊന്നുമില്ല. മനുഷ്യൻ്റെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഹൃദയം അങ്ങ് നിന്ന് പോയ പണി ജാടയെല്ലാം തീർന്നു. അവിടെ ഞാനാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും ആരാണെങ്കിലും മരിച്ചു പോയാൽ പണി തീർന്നു. അപ്പോൾ അത്രയും നാൾ സുഖമായിട്ട് ആരോഗ്യത്തോടു കൂടി ഇതൊരു അഭിമാനം തന്നെയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ആരോഗ്യമുള്ള കാലത്തോളം എനിക്ക് സൈക്കിൾ തന്നെ ചവിട്ടി നടക്കണം, എൻ്റെ ആരോഗ്യത്തോടെ നടക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. നാവികസേനയിൽ 25 വർഷം സേവനമനുഷ്ഠിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ ചേർത്തല രാജൻ അക്കാദമി ഭരണസമിതി അംഗം കൂടിയാണ്. ബാലസാഹിത്യ അക്കാദമി ഭരണസമിതി അംഗം, പുരോഗമന കലാസാഹിത്യ സംഘം ചേർത്തല ഏരിയ പ്രസിഡന്റ്, ബാലസംഘം ഏരിയ കോർഡിനേറ്റർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്നു. 1973-ൽ കേരള യൂണിവേഴ്സിറ്റിയിലെ ബെസ്റ്റ് ആക്ടറായിരുന്നു. 60 നാടകങ്ങളിലായി 7000-ലേറെ വേദികളിൽ അഭിനയ പാടവം തെളിയിച്ചു. വയലാർ രാമവർമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അമരഗന്ധർവൻ എന്ന നാടകത്തിൽ വയലാർ രാമവർമ്മയുടെ വേഷമിട്ടത് ചേർത്തല രാജനാണ്. ചേർത്തല നഗരസഭ 26-ാം വാർഡിൽ മഠത്തിൽ വീട്ടിലാണ് താമസം. നാടക നടിയായ IB രാജൻ ഭാര്യയും, അർജുൻ രാജ്, അനന്തു രാജ് എന്നിവർ മക്കളും. ജനകീയ വാഹനമായ സൈക്കിൾ യാത്ര തൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രധാന ഘടകമാണെന്ന് ചേർത്തല രാജൻ പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്തുന്നു. ടൈം ന്യൂസ്, ചേർത്തല. സോണി ഫ്യൂച്ചർ ഫിലിം മേക്കേഴ്സ് അവാർഡ്സ് ഷോർട്ട് ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ആലപ്പുഴ സ്വദേശി മുഹമ്മദ് അഷ്ഫാഖും. ക്രിയോയും സോണിയും ചേർന്ന് ലോകത്തെമ്പാടുമുള്ള നാളെയുടെ ഫിലിം മേക്കിംഗ് പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സോണി ഫ്യൂച്ചർ ഫിലിം മേക്കേഴ്സ് അവാർഡ് നൈറ്റ്സിൻ്റെ സ്റ്റുഡൻസ് വിഭാഗത്തിലെ അവസാന ഷോർട്സ് ലിസ്റ്റിൽ ആലപ്പുഴ പാലസ് വാർഡിൽ ബഹ്റൈൻ വീട്ടിൽ അബ്ദുൽ ഗഫൂറിൻ്റെയും സജീനയുടെയും മകൻ മുഹമ്മദ് അഷ്ഫാഖ് തിരഞ്ഞെടുക്കപ്പെട്ടു. കോട്ടയം തെക്കുംതല KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് കോളേജ് അവസാന വർഷ സിനിമോട്ടോഗ്രാഫി വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അഷ്ഫാഖ്. ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച ഉറ എന്ന ഷോർട്ട് ഫിലിമാണ് അവസാന 5 ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള 58 രാജ്യങ്ങളിലെ 7500ഓളം ഫിലിം മേക്കേഴ്സിൽ നിന്നും സമർപ്പിക്കപ്പെട്ട 11750 ഫിലിമുകളിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ സ്റ്റുഡൻസ് വിഭാഗത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട 5 ഷോർട്ട് ഫിലിമുകളിൽ ഒന്ന് മുഹമ്മദ് അഷ്ഫാഖ് സിനിമോട്ടോഗ്രാഫി നിർവഹിച്ച ഉറ എന്ന ഷോർട്ട് ഫിലിമാണ്. മെക്സിക്കോയിൽ നിന്നുള്ള ലൂയിസ് ജെ അരില്ലാനോയുടെ ലോങ് ജേണിറ്റൽ ഡൗൺ, അമേരിക്കക്കാരനായ ഗ്യാൻ ഫ്രാങ്കോ ഫെർണാൻഡ് റൂയിസ് ഗ്രേ എന്നിവരുടെ വെൻ ബിഗ് പീപ്പിളിലെ, UK-യിൽ നിന്നുള്ള ഹൈദർ ഹുസൂർ, ജർമ്മനിയിലെ
ഫ്രാൻസ് ബോഗം എന്നിവരുടെ റോക്ക് പേപ്പർ സിസേഴ്സ്, നൈജീരിയയുടെ ഫൈൻ ഒലേവെ, ഡോയിൻബോല അജായി എന്നിവരുടെ ഏഞ്ചൽ ഇൻ ദ സോൺ എന്നിവയാണ് സ്റ്റുഡൻസ് വിഭാഗത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത മറ്റു ഫിലിമുകൾ. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വിജയികൾക്ക് 4 ദിവസം ലോസ് ആഞ്ചലസിലെ കൾവർ സിറ്റിയിലെ സോണി പിക്ചേഴ്സ് സിറ്റിയിൽ ജൂൺ 2 മുതൽ 5 വരെ നടക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനായി അവസരം ലഭിച്ച മുഹമ്മദ് അഷ്ഫാഖ് അമേരിക്കയിൽ ലോസ് ഏഞ്ചൽസിലാണ്. ജൂൺ 5 കാലിഫോർണിയയിൽ സോണി പിക്ചേഴ്സിൻ്റെ സ്റ്റുഡിയോയിലാണ് അവാർഡ് ഫംഗ്ഷൻ. ടൈം ന്യൂസ്, ആലപ്പുഴ. കാട്ടൂർ പുതിയ വീട്ടിൽ ഹനുമൽ ക്ഷേത്രത്തിൽ ഹനുമൽ ചാലിസ ജപയജ്ഞവും ആഞ്ജനേയ ഹോമവും ഭക്തിസാന്ദ്രം. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഹനുമൽ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ ഹനുമൽ ചാലിസ ജപയജ്ഞവും ആഞ്ജനേയ ഹോമവും ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഭക്തിസാന്ദ്രമായി. ഹനുമൽ ചാലിസ ജപയജ്ഞത്തോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ആഞ്ജനേയ ഹോമവും. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടി നടത്തുന്ന ഹോമമാണ് ആഞ്ജനേയ ഹോമം. ആലപ്പുഴ ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ സേവ്യർ ഹനുമൽ ചാലിസ ജപയജ്ഞത്തിന് ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് കഴിഞ്ഞ അധ്യയന വർഷത്തിലെ SSLC +2 ക്ലാസുകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെയും ഹരിയാനയിൽ വെച്ച് നടന്ന 68ാമത് ഇന്റർ സ്റ്റേറ്റ് നാഷണൽ സ്കൂൾ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കുമാരി ഹരിനന്ദ എസിനെയും ക്ഷേത്രം മൊമെന്റോ നൽകി ആദരിച്ചു. ബ്രഹ്മശ്രീ ഡോക്ടർ BK അശോക് കുമാർ, അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി ഹോമത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചടങ്ങിന് പ്രസിഡന്റ് MV രാജേന്ദ്രൻ, സെക്രട്ടറി PD ബാഹുലയൻ, ദേവസ്വം കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല മതിലകം ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ ട്രാഫിക് ബോധവൽക്കരണവും ലഹരി വിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. എത്ര സുഹൃത്ബന്ധമാണെങ്കിലും ഒരാൾ നിങ്ങളെ പിടിവലിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കാനോ വിളിച്ചറിയണം. നോ പറയണം. ഡ്രഗിനോട് എന്ത് പറയണം? നോ, ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറയണം. ചേർത്തല മതിലകം ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ ട്രാഫിക് ബോധവൽക്കരണവും ലഹരി വിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. ചേർത്തല SI കലേശൻ നേതൃത്വം നൽകി. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരണവും ഇതോടൊപ്പം നടത്തി. പൊതുജനങ്ങളുമായി ചേർന്ന ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയാൻ ചേർത്തല ജനമൈത്രി പോലീസ് കർമ്മ പദ്ധതികൾ തയ്യാറാക്കി. കൗൺസിലർ ശ്രീജ, ജനമൈത്രി ഓഫീസർ ജോസഫ്, പ്രഥമാധ്യാപിക സിസ്റ്റർ ഉദയ എന്നിവർ സന്നിഹിതരായിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. വയലാർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വയലാർ പഞ്ചായത്ത് 5ാം വാർഡിലെ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം നടന്നു. വയലാർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിരാ ജനാർദ്ദനൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ലോറൻസ് പൊള്ളയിൽ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക ബോണ സിസ്റ്റർ സ്വാഗതം ആശംസിച്ചു. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയിംസ് എബ്രഹാം ആശംസകളർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് മഹാത്മാ സൗഹൃദവേദിയുടെ ഭാരവാഹികളായ മാത്യു, റഹീം, കനിവിൻ്റെ ഭാരവാഹികളായ കോമളാക്ഷ പണിക്കർ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. ബിജോയ് സാർ നന്ദിയും രേഖപ്പെടുത്തി. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ടൈം ന്യൂസ്, ചേർത്തല. ദേശീയപാതയിൽ കുത്തിയതോടെ വാഹനാപകടം. ലോറിക്കടിയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരന് ദാരുണ അന്ത്യം. ദേശീയപാതയിൽ ചേർത്തലയ്ക്കടുത്ത കുത്തിയതോട് പാട്ടുകുളങ്ങരയിൽ വാഹനാപകടം. ലോറിക്കടിയിൽപ്പെട്ട് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. പട്ടണക്കാട് കോതകുളങ്ങര കൈതപ്പറമ്പിൽ 39 വയസ്സുള്ള രാധാകൃഷ്ണനാണ് മരിച്ചത്. എരമല്ലൂർ കാര്യമംഗലത്ത് അയ്യപ്പൻ നായരുടെയും പരേതയായ ഗിരിജാദേവിയുടെയും മകനായ രാധാകൃഷ്ണൻ അരൂർ KSEBയിലെ കരാറുകാരനാണ്. പാട്ടുകുളങ്ങരയിൽ ബുധനാഴ്ച വൈകിട്ട് 4:20 അപകടമെന്ന് കുത്തിയതോട് പോലീസ് അറിയിച്ചു. തമിഴ്നാട് ലോറി തട്ടി അടിയിൽപ്പെടുകയായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. മൃതദേഹം അരൂക്കുറ്റി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ആതിര ഭാര്യയും കൃഷ്ണതീർത്ഥ മകളുമാണ്. സംസ്കാരം വ്യാഴാഴ്ച നടക്കും. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് പുരോഗമിക്കുന്ന ദേശീയപാത 66ന്റെ നിർമ്മാണം ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകി. ആലപ്പുഴ ജില്ലയിൽ ചൊവ്വാഴ്ച 21 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 142 ഉയർന്നു. കേരള തീരത്തെ കപ്പൽശാലിന്റെ അകലം നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ 50 നോട്ടിക്കൽ മൈലായി കൂട്ടണമെന്ന് സംസ്ഥാനം വീണ്ടും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ തീരശോഷണം ശക്തമെന്ന റിപ്പോർട്ട്. ചേർത്തല, ഒറ്റമശ്ശേരി ഉൾപ്പെടെ 10ഇടങ്ങളിൽ അപകടകരമായ തീരശോഷണം സംഭവിക്കുന്നുവെന്നാണ് പഠന റിപ്പോർട്ട്. അടിയന്തര നടപടി വേണമെന്ന നിർദ്ദേശം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.